ഇവിടെ ജയറാം പറഞ്ഞതുപോലെ ഈ നാടിൻ്റെയും ഈ വീടിൻ്റെയും മാത്രമല്ല, കേരള നാടിൻ്റെ ആകെ പ്രിയങ്കരനും ബഹുമാന്യനുമായ തങ്കച്ചൻ സാറിൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാനും ചേരുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, ഈ പെരുമ്പാവൂരിലെ പ്രാദേശിക പ്രവർത്തന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, മുനിസിപ്പൽ ചെയർമാനായി 26-ാമത്തെ വയസ്സിൽ തങ്കച്ചേട്ടൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ രംഗത്ത് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ വളരെ സത്യസന്ധമായും ഗൗരവ സ്വഭാവത്തിലും നിർവഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ സ്പീക്കർ പദവിയിൽ വളരെ നല്ല നിലയിൽ അദ്ദേഹം ആ കർത്തവ്യം നിർവഹിച്ചു. മന്ത്രിയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറായും KPCCയുടെ പ്രസിഡന്റായുമെല്ലാം തങ്കച്ചേട്ടൻ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു. ഇന്നലെ AK ആന്റണി അനുസ്മരണ വാക്യങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ശ്രീ തങ്കച്ചൻ സാറ്. ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കരുണാകരൻ്റെയും ആന്റണിയുടെയും വയലാർജിയുടെയും എല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തും ഉമ്മൻചാണ്ടിയുടെയും എല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു തങ്കച്ചൻ സാറ്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിലുള്ള നേതൃത്വ പാഠവും നമുക്കെല്ലാം അനുകരണീയമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ലഭിച്ചത് ഞങ്ങൾക്കെല്ലാം വലിയ പാഠമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റും UDFൻ്റെ സംസ്ഥാന കൺവീനറുമായി ഇരുന്ന സന്ദർഭങ്ങളിൽ കണ്ണൂർ DCC പ്രസിഡന്റായും UDF ചെയർമാനുമായും എല്ലാം പ്രവർത്തിക്കാൻ എനിക്കും അവസരം കിട്ടിയിരുന്നു. തങ്കച്ചേട്ടനോടൊപ്പം ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് തങ്കച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, എനിക്ക് ചെറുപ്പത്തിൽ മുൻസിഫായിട്ട് സെലക്ഷൻ കിട്ടി, ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തങ്കച്ചേട്ടൻ അന്ന് മുൻസിഫായിട്ട് കേരളത്തിൻ്റെ ജുഡീഷ്യൽ സർവീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ജഡ്ജാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കതിൽ പ്രയാസമില്ല. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ നല്ല നിലയിൽ നിർവഹിക്കാൻ സാധിച്ചു. ഇവിടെ ജയറാം ചൂണ്ടിക്കാട്ടിയതുപോലെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനം നൽകുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് പെരുമ്പാവൂരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ നൽകുന്ന സൂചന അതാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കേരളം പെരുമ്പാവൂരിലേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്കച്ചേട്ടൻ്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാനും പങ്കുചേരുന്നു. കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല പരിചരണവും ശുശ്രൂഷയുമാണ് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ നൽകിയത് എന്ന് മനസ്സിലാക്കുന്നു. വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, സമൂഹം, ഈ പെരുമ്പാവൂരിലെ നല്ലവരായ നാട്ടുകാർ, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാവരുടെയും വേദനയിൽ പങ്കുചേർന്നുകൊണ്ട്, പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.